Hello dears, welcome back to ISK Essay English. Hello dear students. നമ്മൾ ഇന്ന് യൂറോപ്യൻ ക്ലാസിക്കൽ ലിറ്ററേച്ചർ എന്ന് പറയുന്ന പേപ്പറാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ നോട്ട് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒന്നാമത്തെ യൂണിറ്റ്, ഫസ്റ്റ് ബ്ലോക്കിലെ ഒന്നാമത്തെ യൂണിറ്റ് തന്നെയാണ് നമ്മൾ ഇപ്പോഴും ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ലാസ്റ്റ് ക്ലാസ്സിൽ, അതായത് കഴിഞ്ഞ 1-2 വീഡിയോകളിലായിട്ട് നമ്മൾ ചില കൊട്ടേഷൻസ് ആണ് ഡിസ്കസ് ചെയ്തത്. എക്സ്പ്ലെയിൻ ചെയ്യാം, എക്സാമിന് ചോദിക്കുന്ന ചോദ്യമാണ് എക്സ്പ്ലെയിൻ ദ കൊട്ടേഷൻ എന്നുള്ളത്. അപ്പോൾ ഇന്നും നമ്മൾ കൊട്ടേഷൻ തന്നെയാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. 1-2 കൊട്ടേഷൻ കൂടി എക്സ്പ്ലെയിൻ ചെയ്താൽ നമ്മൾ രണ്ടാമത്തെ യൂണിറ്റിലേക്ക് കടക്കും. അപ്പോൾ ഇന്ന് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്ന കൊട്ടേഷൻ വെറും 2 ലൈൻസ് ഉള്ളൂ. നോക്കൂ, ഞാൻ ആ കൊട്ടേഷൻ ഒന്ന് വായിക്കാം. There is nothing alive more agonized than man of all that breathe and crawl across the earth. ഇതാണ് കൊട്ടേഷൻ. അപ്പം ഞാൻ ഈ കൊട്ടേഷൻ്റെ മീനിങ് ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം, ഒന്ന് അറിയാൻ വേണ്ടിയിട്ട് കേട്ടോ. ശ്രദ്ധിച്ചു വെക്കാം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനെ ഒരു കൊട്ടേഷൻ നമ്മൾ കാണുമ്പോൾ ആ കൊട്ടേഷൻ്റെ അർത്ഥം അറിഞ്ഞാൽ തന്നെ നമുക്ക് നമ്മളുടേതായ രീതിയിൽ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും നമുക്ക്. അപ്പം എന്താണ് ഇവിടെ പറയുന്നത്? ഈ കൊട്ടേഷൻ പറയുന്നത് സ്യൂസ് ദേവനാണ്. നിങ്ങൾ സ്യൂസ് ദേവനെ കേട്ടിട്ടുണ്ടോ? സ്യൂസ് ദേവൻ, മലയാളത്തിൽ നമ്മൾ സ്യൂസ് ദേവൻ എന്നൊക്കെ പറയാറുണ്ട്. സ്യൂസ് ദേവൻ, അതായത് ആരാണ് സ്യൂസ് ദേവൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗോഡ് ഓഫ് ഗോഡ്സ്, ദൈവങ്ങളുടെ ദൈവമാണ് ആര്? സ്യൂസ് ദേവൻ. അപ്പോൾ ആ സ്യൂസ് ദേവൻ പറയുന്നതാണ് ഈ ഒരു കൊട്ടേഷൻ. ഈ ഒരു കൊട്ടേഷൻ സ്യൂസ് ദേവൻ എപ്പോൾ പറയുന്നു എന്ന് ഞാൻ ഇപ്പോൾ പറയുന്നില്ല, കാരണം അത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ പറയുന്നുണ്ട്. 2 പ്രാവശ്യമൊക്കെ പറയുമ്പോൾ കേൾക്കുന്നവർക്ക് ഒരു ബോറടി ആയിരിക്കും. മാത്രമല്ല, എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ അത് പറഞ്ഞാൽ എൻ്റെ എക്സ്പ്ലനേഷന് ഒരു പൂർണ്ണത വരും ചെയ്യും. അപ്പോൾ തൽക്കാലം ഞാൻ ഇതിൻ്റെ അർത്ഥം ഒന്ന് പറഞ്ഞുതരാം, കൊട്ടേഷൻ്റെ മീനിങ്. There is nothing alive more agonized. അഗണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേദന എന്നാ. ദാൻ മാൻ, മനുഷ്യനേക്കാൾ വേദന അനുഭവിക്കുന്ന, മാനസിക വേദന, അഗണി, മെന്റൽ പെയിൻ. മനുഷ്യനേക്കാൾ മാനസിക വേദന അനുഭവിക്കുന്ന there is nothing alive, മറ്റൊരു ജീവജാലവും ഇല്ല എന്നാണ് പറയുന്നത്. ഓഫ് ഓൾ ദാറ്റ് ബ്രീത്ത് ആൻഡ് ക്രൗൾ അക്രോസ് ദ എർത്ത്, ഭൂമിയിൽ ശ്വാസമെടുക്കുകയും അതുപോലെ തന്നെ ഇഴയുകയും ചെയ്യുന്ന ജീവികളിൽ, ഭൂമിയിലെ മൊത്തം ജീവികളെ, അല്ലെ മനുഷ്യനെ കുറിച്ച് പറയുമ്പോൾ നമുക്കറിയാം, ഇരുകാലിൽ നിവർന്നു നിന്ന് നടക്കുന്ന ജീവിയാണ് ആര്? മനുഷ്യൻ. കാരണം മനുഷ്യൻ ജീവിയാണ്. മനുഷ്യനെ ജീവി എന്ന് പറയുമ്പോൾ നമ്മൾ ഒട്ടും മടിക്കണ്ട. ഇംഗ്ലീഷിൽ പലരും മനുഷ്യനെ വിശേഷിപ്പിച്ചത് സോഷ്യൽ ആനിമൽ എന്നാണ്. അപ്പോൾ ആ ഒരു ഇരുകാലിൽ നിവർന്നു നിന്ന് നടക്കുന്ന മനുഷ്യനേക്കാൾ, അതായത് ഇഴയുന്ന, ശ്വാസമെടുക്കുന്ന, ഇഴയുന്ന ധാരാളം മറ്റു ജീവജാലങ്ങൾ ഈ ഭൂമിയിലുണ്ട്. മനുഷ്യനുമായി കമ്പയർ ചെയ്യുമ്പോൾ മനുഷ്യനോളം വേദന അല്ലെങ്കിൽ ദുരിതം, കഷ്ടപ്പാട്, ഈ കഷ്ടപ്പാടിൻ്റെ അല്ലെങ്കിൽ ദുരിതത്തിൻ്റെ വേദനയാണ് അഗണി. അഗണി മീൻസ് മെൻ്റൽ പെയിൻ. അതിൻ്റെ വെർബാണ് എന്ത്? അഗണൈസ്ഡ്, അനുഭവിക്കുന്ന. ഇനി നോക്കൂ, ഇനി നമുക്കിതിൻ്റെ എക്സ്പ്ലനേഷനിലേക്ക് വരാം. ആരാണ് പറഞ്ഞത്, എപ്പോഴാണ് പറഞ്ഞത്, ഇതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്, അതെല്ലാം നമ്മളിവിടെ ചർച്ച ചെയ്യാണ്. സിയൂസ് സ്പീക്സ് ദീസ് വേർഡ്സ്. അപ്പൊ ഈ വാക്കുകൾ പറയുന്നത് സിയൂസ് ദേവനാണ്. അദ്ദേഹം ആരാന്ന് ഞാൻ ഇപ്പൊ പറഞ്ഞുള്ളൂ, ഗോഡ് ഓഫ് ഗോഡ്സ്. ഇനി ആരോടാണ് ഇത് പറയുന്നത്? ടു ദ ഹോഴ്സസ് ഓഫ് അക്വിലിസ് ചാരിയറ്റ്, അതായത് അക്വിലിസിന്റെ രഥത്തിന്റെ കുതിരകൾ. രഥം എന്ന് പറഞ്ഞാൽ, ചാരിയറ്റ് എന്ന് പറഞ്ഞാൽ അറിയില്ല, രഥം, അതായത് വാരിയേഴ്സ് യാത്ര ചെയ്യുന്ന രഥം, ചാരിയറ്റ്. അതിന് അക്വിലിസിന്റെ ചാരിയറ്റിന്റെ കുതിരകൾ. ആ കുതിരകളോടാണ് ഈ വാക്കുകൾ പറയുന്നത്. കുതിരകളോട് പറയാണെന്ത്? മനുഷ്യനോളം ഭൂമിയിൽ കഷ്ടപ്പെടുന്ന, പരിതപിക്കുന്ന, വേദന അനുഭവിക്കുന്ന മറ്റൊരു ജീവിയും ഭൂമിയിലില്ല. ഇത് പറയാനുണ്ടായ സന്ദർഭം എന്ന് വെച്ച് കഴിഞ്ഞാൽ
ഹു വീപ് ഓവർ ദ ഡെത്ത് ഓഫ് പെട്രോക്ലസ് ഇൻ ബുക്ക് നമ്പർ 17. ഇത് വരുന്നത് ബുക്ക് നമ്പർ 17 എപ്പോഴാണ് ഈ ബുക്ക് നമ്പർ 17 ഇത് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ പെട്രോക്ലസിന്റെ മരണത്തിൽ കരയുന്ന കുതിരകൾ. വീപ്പ് മീൻസ് ക്രൈ. ആരാണ് പെട്രോക്ലസ്? ഫ്രണ്ട് ഓഫ് അക്വിലിസ്. അക്വിലിസിന്റെ സുഹൃത്തായിട്ടുള്ള ആത്മമിത്രമായിട്ടുള്ള പെട്രോക്ലസ്. പെട്രോക്ലസിന്റെ മരണത്തിൽ കരയുന്ന അക്വിലിസിന്റെ കുതിരകൾ, രഥത്തിന്റെ കുതിരകൾ, അവയോടാണ് സ്യൂസ് ദേവൻ ഇത് പറയുന്നത്. Grim as they are, the lines accurately reflect the Homeric view of the human condition. ഈ വാക്കുകളിൽ വളരെ വ്യക്തമായിട്ട് ഹോമറിൻ്റെ മനുഷ്യന്റെ അവസ്ഥയെക്കുറിച്ചുള്ള, മനുഷ്യരുടെ ജീവിത കണ്ടീഷൻസ്, സാഹചര്യങ്ങൾ, മനുഷ്യന്റെ ജീവിത അവസ്ഥയെക്കുറിച്ച് എന്താണ് ഹോമറിക് വ്യൂ, ഹോമറിന്റെ കാഴ്ചപ്പാട് ഈ വരികൾ വ്യക്തമാക്കുന്നു എന്നുള്ളതാണ് ഈ വരികളുടെ ഒരു ഗൗരവം എന്നുള്ളത്, സീരിയസ്നെസ്, ഗ്രിം. അപ്പൊ ഇത് വളരെ ഗൗരവമുള്ള വരികളാണ് ഈ വരികൾ. അപ്പൊ എന്താണ് കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹോമറിന്റെ ഹ്യൂമൻ വേൾഡ് അല്ലെങ്കിൽ ഹ്യൂമൻ ലൈഫ് അല്ലെങ്കിൽ ഹ്യൂമൻ കണ്ടീഷൻ, ഭൂമിയിലെ മനുഷ്യന്റെ അവസ്ഥ, ആ അവസ്ഥ കാണിക്കുന്ന വരികൾ, ആ അവസ്ഥയെക്കുറിച്ച് ഹോമറിന്റെ വ്യൂ, ഹോമറിന്റെ കാഴ്ചപ്പാട്, ഒപ്പീനിയൻ കാണിക്കുന്ന വരികളാണിതെന്ന്. അതാണ് ഈ വരികളുടെ ഗൗരവം. ത്രൂഔട്ട് ദ ഇലിയഡ് ആസ് വെൽ ആസ് ദ ഒഡീസി, മോർട്ടൽസ് ഓഫൺ ഫിഗർ ആസ് ലിറ്റിൽ മോർ ദാൻ playthings of the gods. playthings, കളിപ്പാട്ടം. അതായത് ഹോമറിന്റെ ഇലിയഡിലും ഒഡീസിയിലും മോർട്ടൽസ് എന്ന് പറഞ്ഞാൽ മരിക്കുന്നവരെ, അതായത് മനുഷ്യരെ ദൈവങ്ങളുടെ കളിപ്പാട്ടങ്ങളെക്കാൾ പ്രാധാന്യം കുറച്ചവരായിട്ട്, അതായത് കേവലം മനുഷ്യരുടെ കളിപ്പാട്ടങ്ങൾ, ആ കളിപ്പാട്ടങ്ങളുടെ പ്രാധാന്യം അതിനേക്കാൾ ഒട്ടും പ്രാധാന്യം കേവലം കളിപ്പാട്ടങ്ങളെ പോലെയാണ്. ഹോമർ ദൈവങ്ങളുടെ കളിപ്പാട്ടങ്ങളെ പോലെയാണ് ഹോമർ ഇലിയഡിലും ഒഡീസിയിലും മനുഷ്യരെ കാണിക്കുന്നത്. മോർട്ടൽസ് ഓഫൺ ഫിഗർ, എങ്ങനെയാണ് മോർട്ടൽസ് വരുന്നത്? മനുഷ്യര് ആസ് ലിറ്റിൽ മോർ, ആസ് ലിറ്റിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെഗറ്റീവാണ്, നോട്ടാണ് വരുന്നത് ലിറ്റിൽ. ലിറ്റിൽ എന്ന് പറഞ്ഞാൽ പോസിറ്റീവാണ്. അതായത് ലിറ്റിൽ മോർ ദാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടാത്തവരായിട്ടാണ്. ആരെക്കാൾ? ദ പ്ലേത്തിങ്സ് ഓഫ് ദ ഗോഡ്, അതായത് കേവലം ദൈവങ്ങളുടെ കളിപ്പാട്ടങ്ങൾ. നമുക്കറിയാം കളിപ്പാട്ടങ്ങൾക്ക് നമ്മളൊരു പ്രാധാന്യവും കൊടുക്കൂല. എക്സാമ്പിൾ എന്താണെന്നറിയോ? കളിപ്പാട്ടം കേട് വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? വലിച്ചെറിയും. ആവശ്യം കഴിഞ്ഞാൽ വലിച്ചെറിയും നമ്മൾ. അതുപോലെ ആ ഒരു കളിപ്പാട്ടത്തെക്കാൾ ലിറ്റിൽ മോർ ദാൻ എന്ന് പറഞ്ഞാൽ നെഗറ്റീവായിട്ട്, കളിപ്പാട്ടത്തെക്കാൾ, ദൈവങ്ങളുടെ കളിപ്പാട്ടങ്ങളെക്കാൾ, അതായത് മനുഷ്യരെന്ന് പറയുമ്പോൾ ദൈവങ്ങളുടെ കൈകളിലെ കളിപ്പാട്ടങ്ങളാണ്, അല്ലെങ്കിൽ കളിപ്പാട്ടങ്ങളെക്കാൾ താഴെയാണ് മോർട്ടൽ, മനുഷ്യന്റെ ദൈവങ്ങളുടെ അടുത്തുള്ള സ്ഥാനം. ഗോഡ്സ് ക്യാൻ വിസ്ക് ദം അവേ ഫ്രം ഡേഞ്ചർ. ദൈവങ്ങൾക്ക് മനുഷ്യരെ അപകടങ്ങളിൽ നിന്നും തട്ടി മാറ്റാൻ കഴിയും. ആസ് ഈസിലി ആസ് ദേ ക്യാൻ പുട്ട് ദം ഇൻ ദ തിക്ക് ഓഫ് ഇറ്റ്. അത്ര എളുപ്പത്തിൽ മനുഷ്യരെ അപകടങ്ങളിലേക്ക് തട്ടിയിടാനും ദൈവങ്ങൾക്ക് കഴിയും. അവ രണ്ടിനും ദൈവങ്ങൾക്ക് കഴിയും. മനുഷ്യരെ അപകടങ്ങളിലേക്ക് തട്ടിയിടാനും അതുപോലെ ഈസി ആയിട്ട് അപകടങ്ങളിൽ നിന്നും മനുഷ്യരെ തട്ടി മാറ്റാനും ദൈവങ്ങൾക്ക് കഴിയും. ഇറ്റ് ഈസ് ദസ് അപ്രോപ്രിയേറ്റ് ദാറ്റ് ദ എബവ് ലൈൻസ്, മുകളിൽ പറഞ്ഞ വരികൾ, ആ വരികൾ വളരെ അനുയോജ്യമാണ് മനുഷ്യന്റെ കാര്യത്തിൽ. എന്തുകൊണ്ടാണ് ആ വരികൾ അപ്രോപ്രിയേറ്റ് ആകുന്നത്? അപ്രോപ്രിയേറ്റ് മീൻസ് സ്യൂട്ടബിൾ. എന്തുകൊണ്ടാണ് ആ വരികൾ സ്യൂട്ടബിൾ ആവുന്നത്? സ്പോക്കൺ ബൈ എ ഗോഡ്. ആ വരികൾ പറയുന്നത് ഒരു ദൈവമാണ്. നോട്ട് ബൈ എ മോർട്ടൽ ക്യാരക്ടർ, അല്ലാതെ മരിക്കുന്ന ഒരു കഥാപാത്രമല്ല.
ഓർ ദി മോർട്ടൽ പോയറ്റ്, അല്ലെങ്കിൽ മരിക്കുന്ന കവിയും മോർട്ടലാണ്. ഹോമറും മനുഷ്യനാണ്. ആ കവിയുടെ വാക്കായിട്ടല്ല വരുന്നത്, പകരം സ്പോക്കൺ ബൈ സിയൂസ്. ആരാണ്? സിയൂസ് ദേവനാണ് ഇത് പറയുന്നത്. അതായത് മനുഷ്യന്റെ ദയനീയാവസ്ഥയെക്കുറിച്ച്, ദുരിതകരമായ അവസ്ഥയെക്കുറിച്ച് ദൈവം തന്നെ പറയുന്നു. അതാണ് ഈ വാചകങ്ങളുടെ പ്രസക്തി. എന്തുകൊണ്ട്? ആസ് ദേ, എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് അതിൻ്റെ പ്രസക്തി എന്ന് വെച്ച് കഴിഞ്ഞാൽ, ദ ഗോഡ്സ് നോ ദ മോർട്ടൽസ് അഗണി, മനുഷ്യന്റെ വേദനകള്, മനുഷ്യന്റെ അഗണി, ദുരിതങ്ങള് ദൈവങ്ങൾ അറിയുന്നു. അതുമാത്രമല്ല, ആസ് ദേ പ്ലേ ദ ലാർജസ്റ്റ് റോൾ ഇൻ കോസിങ് ഇറ്റ്, മനുഷ്യന് ആ ദുരിതങ്ങൾ ഉണ്ടാകുന്നതിനുള്ള കോസിങ്, അതിൻ്റെ കാരണം ആര് തന്നെയാണ്? ദൈവങ്ങൾ തന്നെയാണ്. അപ്പൊ ഈ രണ്ട് കാരണങ്ങൾ കൊണ്ട് മനുഷ്യന്റെ ദുരിതങ്ങളെ കുറിച്ച് ദൈവങ്ങൾക്കറിയാം. അതിലുപരിയായിട്ട് ആസ് ദേ പ്ലേ ദ ലാർജസ്റ്റ് റോൾ, ഏറ്റവും വലിയ റോള് ചെയ്യുന്നത് ദൈവങ്ങളാണ്. ഇൻ കോസിങ് ഇറ്റ്, മനുഷ്യന്റെ ആ ദുരിതങ്ങൾക്കുള്ള കാരണം, ആ മനുഷ്യർക്ക് ആ ദുരിതങ്ങള് വിതയ്ക്കുന്നത്, നൽകുന്നത്, അതിൽ മുഖ്യ പങ്ക്, മനുഷ്യന്റെ ദുരിതങ്ങളുടെ മുഖ്യ പങ്ക് കാരണക്കാർ എന്ന് പറയുന്നത് മനുഷ്യരല്ല. അതെല്ലാം ദൈവങ്ങളുടെ പ്ലാനിങ് ആണ്. ദൈവങ്ങൾ പ്ലാൻ ചെയ്ത് നൽകുകയാണ്, അല്ലെങ്കിൽ വിധിയുടെ വിളയാട്ടം. While gods can presumably manipulate, ദൈവങ്ങൾക്ക് എന്തിനു കഴിയും? മാനിപ്പുലേറ്റ് ചെയ്യാൻ കഴിയും, മനുഷ്യരെ സ്വാധീനിക്കാൻ കഴിയും, അല്ലെങ്കിൽ ജീവജാലങ്ങളെ, ജന്തുക്കളെ, മോർട്ടൽസിനെ വശീകരിക്കാനും സ്വാധീനിക്കാനും ചതിക്കാനും ദൈവങ്ങൾക്ക് കഴിയും. ആൻഡ് ടോർമെന്റ്, പീഡിപ്പിക്കാനും കഴിയും, കഷ്ടപ്പെടുത്താനും കഴിയും. ആരെ? അതർ അനിമൽസ്, മറ്റു മൃഗങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ മനുഷ്യരെയും മനുഷ്യരേതര മൃഗങ്ങളും മനുഷ്യരല്ലാത്ത മൃഗങ്ങളും എന്ന് വെച്ച് കഴിഞ്ഞാൽ ദാറ്റ് ബ്രീത്ത് ആൻഡ് ക്രൗൾ അക്രോസ് ദ എർത്ത്, ഭൂമിയിലൂടെ ഇഴയുകയും ശ്വാസമെടുക്കുകയും ചെയ്യുന്ന ഏതൊരു ജീവജാലത്തെയും, ഏതൊന്നിനെയും സ്വാധീനിക്കാനും ഉപദ്രവിക്കാനും ആർക്ക് കഴിയും? ദൈവങ്ങൾക്ക് കഴിയും എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. ഹ്യൂമാനിറ്റി കോൺഷ്യസ്നെസ് ഓഫ് ദി ആർബിട്രറിനെസ് ഓഫ് ദെയർ ട്രീറ്റ്മെന്റ് അറ്റ് ദ ഹാൻഡ്സ് ഓഫ് ഗോഡ്സ്, അതായത് ദൈവത്തിന്റെ കൈകളിൽ നിന്നും മനുഷ്യർക്ക് അനുഭവിക്കേണ്ടി വരുന്ന ദുരിതങ്ങളെക്കുറിച്ച്, കഷ്ടപ്പാടുകളെക്കുറിച്ചുള്ള മനുഷ്യന്റെ ബോധം, അതായത് മനുഷ്യരെ കഷ്ടപ്പെടുത്തുന്നത്, മനുഷ്യനെ ഉപദ്രവിക്കുന്നത് ദൈവങ്ങളാണ്. ദൈവങ്ങൾക്ക് അതിന് കഴിയും. ഏത് തരത്തിലും മനുഷ്യനെ ഉപദ്രവിക്കാൻ ദൈവങ്ങൾക്ക് കഴിയുമെന്ന് ഹ്യൂമാനിറ്റീസ് കോൺഷ്യസ്നെസ്, ആ ഒരു ബോധം, ആ അറിവ് മനുഷ്യനുണ്ട്. ദയർ അവയർനെസ്, അതുപോലെ തന്നെ മനുഷ്യന്റെ അറിവും. ഏതറിവ്? ഓഫ് ദി ക്രൂവൽ കൊറിയോഗ്രാഫി ഗോയിങ് ഓൺ എബവ്, ഭൂമിയിൽ നടന്നുകൊണ്ടിരിക്കുന്ന മനുഷ്യന്റെ ജീവിതം എന്ന് പറയുന്ന നാടകം. ആ നാടകത്തിന്റെ കൊറിയോഗ്രാഫി ചെയ്തിരിക്കുന്നത് മുകളിലിരിക്കുന്ന ദൈവങ്ങളാണ്. മനുഷ്യര് വെറും അഭിനേതാക്കൾ മാത്രമാണ്. മനുഷ്യര്, ഷേക്സ്പിയർ നാടകത്തിൽ പറഞ്ഞ പോലെ അല്ലെ, നമ്മളെല്ലാം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ലഭിച്ചിരിക്കുന്ന റോള് ആടി തീർക്കുന്നവരാണ് നമ്മൾ. എന്നാൽ നമ്മളുടെ ജീവിതമാകുന്ന നാടകത്തിന്റെ കൊറിയോഗ്രാഫി, ആ കൊറിയോഗ്രാഫി ചെയ്യുന്നത് മുകളിലിരിക്കുന്ന ദൈവങ്ങളാണ്. അവരാണ് തീരുമാനിക്കുന്നത് നമ്മൾ ഏത് റോള് ചെയ്യണം, അതെങ്ങനെ ചെയ്യണം, എത്ര ചെയ്യണം. അപ്പൊ നമ്മളുടെ കൊറിയോഗ്രാഫി മുകളിൽ പ്ലാൻ ചെയ്യുന്നത് ദൈവങ്ങളാണ്. ഈ ഒരു അറിവ്, അവയർനെസ്, ഇത് മനുഷ്യർക്കുണ്ട്. നമ്മൾ വെറും അഭിനേതാക്കൾ മാത്രമാണ്. നമ്മളുടെ കൊറിയോഗ്രാഫി ചെയ്യുന്നത് മുകളിലിരിക്കുന്ന ദൈവങ്ങളാണെന്ന് മനുഷ്യർക്കറിയാം. ഇൻക്രീസസ് ദെയർ അഗണി അബവ് ദാറ്റ് ഓഫ് ഓൾ അതർ ക്രിയേച്ചേഴ്സ്, അതായത് മനുഷ്യന്റെ ഈ ഒരു അറിവ് മറ്റുള്ള ജീവജാലങ്ങളെക്കാൾ മനുഷ്യന്റെ വേദന വർദ്ധിപ്പിക്കുന്നു. ഈ ഒരു അറിവ് ഈ ഭൂമിയിൽ ആനയ്ക്കില്ല, സിംഹത്തിനില്ല, കടുവയ്ക്കില്ല, മറ്റാർക്കുമില്ല. അതായത് മനുഷ്യന്റെ ജീവിതത്തിന്റെ കൊറിയോഗ്രാഫർ ദൈവങ്ങളാണ്.
മനുഷ്യന്റെ ജീവിതം എങ്ങനെയായിരിക്കണമെന്ന് പ്ലാൻ ചെയ്യുന്ന ദൈവങ്ങളാണ്. മനുഷ്യന് ദുരിതങ്ങൾ ഉണ്ടാക്കുന്നത് ദൈവങ്ങളാണ്. ഈ ബോധം മനുഷ്യന് മാത്രമാണുള്ളത്. അതുകൊണ്ടാണ് മനുഷ്യന് മാത്രം ഇത്രയ്ക്കും മാനസിക വേദന കൂടുന്നതെന്ന് ഇവിടെ പറയുന്നത്. For while the humans remains informed, മനുഷ്യനിക്ക് അറിയാം, മനുഷ്യൻ ഇൻഫോംഡ് ആണ്, മനുഷ്യന് വിവരം നൽകിയിട്ടുണ്ട്. ഓഫ് ഗോഡ്സ് ഇന്റർവെൻഷൻസ്, അതായത് മനുഷ്യ ജീവിതത്തിൽ ദൈവങ്ങളുടെ ഇന്റർവെൻഷൻ, മനുഷ്യരുടെ ജീവിതത്തിൽ ദൈവങ്ങളുടെ ഇടപെടൽ. മനുഷ്യന്റെ വിധി നിർണയിക്കുന്നത് ദൈവങ്ങളാണ്. മനുഷ്യന്റെ തോൽവിയും വിജയങ്ങളും അവയിൽ ദൈവങ്ങളുടെ ഇന്റർവെൻഷൻസ്, ദൈവങ്ങളുടെ ഇടപെടൽ ഉണ്ടെന്ന് മനുഷ്യൻ അറിയാം. പക്ഷേ ദേ റിമൈൻ പവർലെസ് ടു കോൺട്രഡിക്റ്റ് ദം. പക്ഷേ മനുഷ്യരുടെ ജീവിതത്തിൽ ദൈവങ്ങൾ ഇടപെടുമ്പോൾ ആ ദൈവങ്ങളോട് കോൺട്രഡിക്റ്റ് ചെയ്യാൻ, അവരെ ഫൈറ്റ് ചെയ്ത് അവരെ തോൽപ്പിക്കാൻ, അവരെ എതിർക്കാൻ ഈ മനുഷ്യരെ പവർലെസ് ആണ്. അതിനുള്ള ശക്തി മനുഷ്യർക്കില്ല. ദൈവങ്ങളോട് ഏറ്റുമുട്ടാൻ ആർക്ക് കഴിയില്ല? മനുഷ്യരുടെ കാര്യത്തിൽ ദൈവങ്ങൾ ഇടപെടുന്നു, ഇതാർക്കറിയാം? മനുഷ്യർക്കറിയാം. പക്ഷെ എന്ത് ചെയ്യാം? ആ ദൈവങ്ങളെ കോൺട്രാഡിക്റ്റ് ചെയ്യാൻ, അവരെ എതിർക്കാൻ, അവരോട് ഫൈറ്റ് ചെയ്യാൻ മനുഷ്യനെ കൊണ്ട് സാധ്യമല്ല. മോർ ഓവർ, അതിലുപരിയായിട്ട് ഹ്യൂമൻസ് മസ്റ്റ് ഡീൽ വിത്ത് എ സിമിലർലി ഫ്രൂട്ട്ലെസ് നോളേജ് ഓഫ് ദെയർ ഫേറ്റ്സ്. അതിലുപരിയായിട്ട് മനുഷ്യന്റെ ഫേറ്റ്, മനുഷ്യന്റെ വിധി എന്താണെന്ന് മനുഷ്യനറിയാം. ആ നോളേജ് മനുഷ്യനുണ്ട്. പക്ഷെ ആ നോളേജ് ഫ്രൂട്ട്ലെസ് ആണ്, ഒന്നും ചെയ്യാൻ പറ്റില്ല. ആ വിധി വരുമ്പോൾ ആ വിധിക്ക് മുന്നിൽ കീഴടങ്ങുക. അപ്പൊ ആ നോളേജ് കൊണ്ട് എന്ത് ഗുണമാണ് മനുഷ്യനുള്ളത്? ഈ ഒരു നോളേജ്, അവനവന്റെ വിധിയെക്കുറിച്ചുള്ള നോളേജ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എലഫന്റ്സിനോ ടൈഗറിനോ ലയൺസിനോ അതില്ല. ആ നോളേജ് ഉള്ളത് മനുഷ്യനാണ്. പക്ഷെ മനുഷ്യന്റെ നോളേജിനെ കുറിച്ച് പറയുന്നു ഫ്രൂട്ട്ലെസ് ആണ്. മനുഷ്യന് അതുകൊണ്ട് ഒരു ഗുണവുമില്ല. എക്സാമ്പിൾ നോക്കൂ. ദ ഇലിയഡ്സ് ടു മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടേഴ്സ്. ഇലിയഡിലെ രണ്ട് പ്രധാനപ്പെട്ട കഥാപാത്രങ്ങൾ, അതിൽ ഒന്ന് അക്വിലിസ് ആണ്, മറ്റൊന്ന് ആൻഡ് ഹെക്ടർ ആണ്. Both know that they are doomed to die early deaths. രണ്ടുപേർക്കും അറിയാം, രണ്ടുപേരും വളരെ പെട്ടെന്ന് മരിക്കുമെന്ന്, അകാല മരണം. രണ്ടുപേർക്കും അറിയാം, അവർ രണ്ടുപേരും എന്താണ്? ഡൂംഡ് ടു ഡൈ, മരിക്കാൻ വിധിക്കപ്പെട്ടവരാണ്. രണ്ടുപേരും എങ്ങനെ മരിക്കേണ്ടവരാണ്? ഏർലി ഡെത്ത്, വേഗം മരിക്കേണ്ടവരാണ്. പ്രായമെത്തിയിട്ടല്ല മരിക്കുന്നത്. രണ്ടുപേരും, അതായത് യുവാക്കളായിരിക്കെ അല്ലെങ്കിൽ മധ്യവയസ്സിൽ മരിക്കേണ്ടവരാ, പ്രായമെത്തി വാർദ്ധക്യത്തിൽ മരിക്കേണ്ടവരല്ല. ഏർലി ഡെത്താണ് രണ്ടുപേർക്കും എന്നും അതറിയാം. പക്ഷെ രണ്ടുപേരും അവർക്കിത് മാറ്റാൻ കഴിയുന്നില്ല. കാരണം മാറ്റാൻ കഴിയാത്തിടത്തോളം കാലം ആ അറിവ് കൊണ്ട് എന്ത് ഗുണമാണുള്ളത്? ആ നോളേജ് കൊണ്ട്. അതുകൊണ്ടാണ് പറയുന്നത് അവരുടെ വിധി, അവരുടെ ഫെയ്റ്റ്, അക്വിലിസിന്റെ ഫെയ്റ്റ്, ഹെക്ടറിന്റെ ഫെയ്റ്റ് അവർക്ക് രണ്ടുപേർക്കും അറിയാം. ബട്ട് ദേ ക്യാൻറ്റ് ചേഞ്ച്. പക്ഷെ അത് മാറ്റാൻ പറ്റുന്നില്ല. ഹെക്ടർ നോസ്, ഹെക്ടറിന് അറിയാം. എന്തറിയാം? ഇൻ അഡീഷൻ ദാറ്റ് ഈ സിറ്റി ഈസ് ഡൂംഡ് ടു ഫോൾ. തന്റെ ട്രോയ് നഗരം തകരുമെന്നറിയാം. ഹിസ് ബ്രദേഴ്സ് ആൻഡ് ഫാമിലി ടു ബി എക്സ്റ്റിങ്ക്വിഷ്ഡ്. അതായത് തൻ്റെ ബ്രദേഴ്സിനെയും അതുപോലെ തന്നെ തൻ്റെ കുടുംബത്തെയും, അതായത് ഇവരെല്ലാം ഇവിടുന്ന് തുടച്ചു നീക്കും, അല്ലെ, ഇവരെല്ലാം എക്സ്റ്റിങ്ക്വിഷ് ചെയ്യും, ഇവിടുന്ന് ഒഴിവാക്കുമെന്ന് അയാൾക്കറിയാം. പക്ഷെ ഇത് അറിഞ്ഞിട്ടും അയാൾക്കൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. അല്ല, ഇവരെ എല്ലാം എന്ത് ചെയ്യും? ഫാമിലിയെയും ബ്രദേഴ്സിനെയും എല്ലാം എക്സ്റ്റിങ്ക്വിഷ് ചെയ്യും. എല്ലാവരെയും എന്തു ചെയ്യും? ഇവിടെ നിന്നും മാറ്റുമെന്ന്, ഉന്മൂലനം ചെയ്യുമെന്ന്. അല്ലെങ്കിൽ ഇവരെല്ലാവരെയും എന്ത് ചെയ്യും? കൊല ചെയ്യുമെന്ന്. എല്ലാവരും കൊല ചെയ്യപ്പെടുമെന്ന് ആർക്കറിയാം? ഹെക്ടർ നോസ്, ഹെക്ടർ അറിയുന്നു. അതിലും വലിയ കാര്യം എന്താ? ഹിസ് വൈഫ് ടു ബി റെഡ്യൂസ്ഡ് ടു സ്ലാവറി.
തൻ്റെ ഭാര്യ സ്ലാവ് അടിമയാകും. അതിനർത്ഥം എന്താ? താൻ കൊല്ലപ്പെടും. എന്നിട്ട് തൻ്റെ ഭാര്യയെ അടിമയായിട്ട് ഇവിടെ നിന്നും ഗ്രീസിലേക്ക് ഷിപ്പ് ചെയ്യും. ഇത് അയാൾക്കറിയാം. ദീസ് മെൻസ് agony arises from the fact that ഇവരുടെ വലിയ വേദന ഇത് അറിഞ്ഞുകൊണ്ട് ജീവിക്കാം. വരാനിരിക്കുന്ന കാര്യങ്ങൾ അറിഞ്ഞുകൊണ്ട് ഇവർ ജീവിക്കുന്നു എന്നുള്ളതാണ് ഇവരുടെ വേദന. ആ വേദന ഇവർക്ക് എങ്ങനെ ഉണ്ടാവുന്നത്? ഫ്രം ദ ഫാക്ട് ദാറ്റ് ദേ ബിയർ ദ ബേർഡൻ ഓഫ് നോളേജ്. ഇവർക്ക് അറിവുണ്ട് എന്നുള്ളതാണ്. ഇവർക്ക് കാര്യങ്ങൾ അറിയാം. ബേർഡൻ ഓഫ് നോളേജ്, അറിവെന്ന് പറയുന്ന ഭാരം ഇവർ വഹിക്കാണ്. ഇതെല്ലാം ഇവർക്ക് മുൻകൂട്ടി അറിയാം. വാട്ട് വിൽ ഹാപ്പൻ ടു ഹിസ് സിറ്റി, വാട്ട് വിൽ ഹാപ്പൻ ടു ഹിസ് ഫാദർ, ബ്രദേഴ്സ്, വാട്ട് വിൽ ഹാപ്പൻ ടു ഹിസ് വൈഫ്. ഹി നോസ് എവരിത്തിങ്. എല്ലാം ഹെക്ടറിന് അറിയാം. ആ ഒരു അറിവിന്റെ ഭാരം, ബേർഡൻ ഓഫ് നോളേജ്, അത് അയാൾക്ക് വലിയ മാനസിക വേദനയാണ് നൽകുന്നത്. എന്തുകൊണ്ട് മാനസിക വേദനയാകുന്നു? വിതൗട്ട് ബീയിങ് ഏബിൾ ടു യൂസ് ദിസ് നോളേജ് ടു ബ്രിങ് അബൌട്ട് ചേഞ്ച്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആ നോളേജ് ഉണ്ടായിട്ട് അത് അറിഞ്ഞിട്ടും ഒരു മാറ്റം ഉണ്ടാക്കാൻ അയാൾക്ക് കഴിയുന്നില്ല. ഹെക്ടറിന് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. ഹെക്ടർ കണ്ണുകൊണ്ട് കാണുകയാണ്. താൻ അറിഞ്ഞത് എന്താണോ അതിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നത് അയാൾ കാണുന്നു. വിതൗട്ട് ബീയിങ് ഏബിൾ ടു യൂസ് ദിസ് നോളേജ്, ഈ നോളേജ് ഉപയോഗിച്ചുകൊണ്ട് അയാൾക്ക് പറ്റുന്നില്ല ടു ബ്രിങ് അബൌട്ട് ചേഞ്ച്, ഒരു മാറ്റം കൊണ്ടുവരാൻ. അതായത് ഇത് തിരുത്തണം, ഇത് സംഭവിക്കരുത്, തൻ്റെ ഭാര്യ അടിമയാകരുത്. അപ്പോൾ ആലോചിച്ച് നോക്കൂ, എല്ലാം അറിഞ്ഞുകൊണ്ട് കണ്ടുകൊണ്ട് എല്ലാം അറിയുന്നു, അങ്ങോട്ട് കാര്യങ്ങൾ നീങ്ങുന്നു. നിസ്സഹായനായിട്ട്, ഒന്നും ചെയ്യാൻ കഴിയാതെ നിസ്സഹായനായിട്ട് ഒരു കാഴ്ചക്കാരനെ പോലെ ഹെക്ടർ കണ്ടു നിൽക്കേണ്ടി വരുന്ന അവസ്ഥ. ഇതിലും ദയനീയമായിട്ടുള്ള മാനസിക വേദനയുള്ള ഈ ഒരു സാഹചര്യം ഭൂമിയിൽ മനുഷ്യനല്ലാതെ മറ്റാർക്കുമില്ല എന്നാണ് ഇവിടെ പറയുന്നത്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പൊ ഇന്നത്തെ കൊട്ടേഷൻ ഇവിടെ അവസാനിച്ചു കേട്ടോ. അപ്പൊ അത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞ് ഇനി നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് നിങ്ങൾ കേൾക്കുക, അതുപോലെ തന്നെ നിങ്ങളൊന്ന് വായിച്ചു നോക്കുക. ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം. അതുപോലെ തന്നെ സാധാരണ പറയുന്ന പോലെ എന്ത് ചെയ്യാം, വീഡിയോ ഒക്കെ ഒന്ന് കാണുമ്പോൾ ഒന്ന് ലൈക്ക് ചെയ്തിട്ടും ഷെയർ ചെയ്തൊക്കെ സപ്പോർട്ട് ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങളെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന്, നിങ്ങളെ സുഹൃത്തുക്കൾ, ഇഗ്നോയിൽ പഠിക്കുന്ന സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ അവർക്കൊക്കെ ഒന്ന് സജസ്റ്റ് ചെയ്യാം. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്.